ഹലോ ഗൈസ്, ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്ത്യൻ ഗവൺമെന്റ് 12,000 രൂപയ്ക്കുള്ളിൽ വരുന്ന ചൈനീസ് സ്മാർട്ട് ഫോൺസ് എല്ലാം ബാൻ ചെയ്യുമെന്നും പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നൊരു സെഗ്മെൻ്റാണ് ഈ 12,000-ത്തിനുള്ളിലൊരു സെഗ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു അതിലെ ഒരു 80% സ്മാർട്ട് ഫോൺസും വിൽക്കുന്നത് റെഡ്മിയും റിയൽമിയാണ്. റിയൽമിയുടെയൊക്കെ ഇഷ്ടംപോലെ സ്മാർട്ട് ഫോൺ, റിയൽമി, പോക്കോ, റെഡ്മി, ഇതിൻ്റെ ഒരുപാട് സ്മാർട്ട് ഫോൺസ് ആ സെഗ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. റിയൽമിയുടെ നാർസോ സെഗ്മെൻറ്റ്, റിയൽമിയുടെ സി സീരീസ്, പോക്കോയുടെ ഒരു സി സീരീസ് ഉണ്ട്, റെഡ്മി 10, അങ്ങനെ കുറേ ഡിവൈസസ് ഈ രണ്ട് കമ്പനിയുടെ മാത്രമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ചൈനീസ് കമ്പനിയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡ്സ് ആ ഒരു സെഗ്മെൻറ്റിൽ സ്മാർട്ട് ഫോൺസ് ഇറക്കിയിട്ടുണ്ട്, പക്ഷേ അത്ര നല്ല സെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇന്ത്യൻ ബ്രാൻഡിൻ്റെ സെയിൽസ് കൂട്ടാനും ചൈനീസ് ബ്രാൻഡിൻ്റെ സെയിൽസ് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇതൊരു ഒഫീഷ്യലായിട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ബ്രാൻഡ്സ് വൃത്തിയായിട്ട് സ്മാർട്ട് ഫോൺ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും നമ്മുടെ ചൈനീസ് സ്മാർട്ട് ഫോൺസ് എടുക്കാൻ പോകുന്നില്ല. പിന്നെ ചൈനീസ് അല്ലാത്ത കുറച്ച് സ്മാർട്ട് ഫോൺസ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലുണ്ട്. സാംസങ്ങിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ഫോണുണ്ട്, മോട്ടറോളയുടെ ഫോണുണ്ട്, ഇൻഫിനിക്സ് എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ബേസ്ഡ് എന്തോ ഒരു കമ്പനിയാണ് ഇൻഫിനിക്സിൻ്റെ ഫോൺസ് ഈ 10,000 സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ മൈക്രോമാക്സ് ഒരു സ്മാർട്ട് ഫോൺ ഇറക്കിയായിരുന്നു. പിന്നീട് മൈക്രോമാക്സിനെ പറ്റി ഒരു വിവരവുമില്ല. മൈക്രോമാക്സ് ഫോൺ ഇറക്കുന്ന സമയത്തൊരു അതിന് മുമ്പ് കുറച്ച് ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയത്ത് അവർ പറഞ്ഞത്, അതിൽ CEO പറഞ്ഞത്, ഞങ്ങൾ ഇനി നിരത്തി ഫോൺ ഇറക്കാൻ പോവാണ്. ഏകദേശം 13ഓളം സ്മാർട്ട് ഫോൺസ് അവർ ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ സ്മാർട്ട് ഫോൺ ഇറക്കിയിട്ട് പോയതാണ്, പിന്നെ അവരെ പറ്റി ഒരു വിവരവുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ തന്നെ പറയുക, നിങ്ങളെങ്ങനെയാണ് ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത്. നിങ്ങൾ പ്രൈസ് ബ്രാൻഡ് നോക്കിയിട്ടാണോ, അതോ വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺസ് ആണോ വാങ്ങുന്നത് എന്നുള്ളത്. അപ്പം വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കും. അതാണ് ഈ 12,000 രൂപയുടെ സെഗ്മെൻറ്റ് നിരോധിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവർ ചിലപ്പോൾ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് നല്ല സ്മാർട്ട് ഫോൺ ഇറക്കിയാലോ. 12,000-ൻ്റെ സെഗ്മെൻറ്റ് നിരോധിച്ചോട്ടെ, 1,000 രൂപ കൊടുത്ത് 13,000 രൂപ സാധനം മേടിക്കും ആൾക്കാർ. എപ്പോഴും ആൾക്കാർ നോക്കുന്നത് എന്താ, വാല്യൂ ഫോർ മണി സാധനമാണ്. ഇപ്പോൾ 12,000 രൂപയുടെ സെഗ്മെൻറ്റ് നിരോധിച്ചിട്ട് അവിടെ ഒരു വന്ന സ്മാർട്ട് ഫോൺ വന്നിറങ്ങി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. EMI ഇട്ടായാലും ആൾക്കാർ ഒരു 13,000 രൂപ കൊടുത്ത് നല്ലൊരു സ്മാർട്ട് ഫോണേ വാങ്ങാൻ നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടിറങ്ങിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഈ ചൈനീസ് കമ്പനീസിനോട് ഇതിപ്പോൾ തുടങ്ങിയ പരിപാടിയൊന്നുമില്ല, കുറച്ച് നാൾക്ക് മുമ്പോട്ട് തുടങ്ങിയതാണ്. ചൈനക്കാർ നമ്മുടെ ഇവിടുന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ വർഷമൊക്കെ വിവോയുടെയും ഒക്കെ ഒപ്പോയുടെയും ഒക്കെ ഒരുപാട് ഈ അവരെന്തോ തട്ടിപ്പെട്ടിച്ചെന്നൊക്കെ പറഞ്ഞൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചൈനീസ് ആപ്ലിക്കേഷൻ ബാൻ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ഇൻഫർമേഷൻസ് ചോർത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു പ്രശ്നമുണ്ട് ഈ ചൈനീസ് സ്മാർട്ട് ഫോൺസിന്. ഈ ചൈനീസ് സ്മാർട്ട് ഫോൺസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇൻബിൽട്ടായിട്ട് ബ്ലോട്ട്വെയർസ് ആഡും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഈ ചൈനീസ് സ്മാർട്ട് ഫോൺസ് വഴിയും ചിലപ്പോൾ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഇൻഫർമേഷൻസ് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതും ഒരു സാധ്യതയായിട്ട് കണക്കാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ബാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളും കൂടെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക. അപ്പോൾ ശരി.